ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡാം പ്രൂഫ് കോഴ്സിംഗ് അല്ലെങ്കിൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയും. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോ? എന്താണ് ഡാം പ്രൂഫിംഗ്? ഡാം പ്രൂഫ് ചെയ്യുക, എന്തോ ഒരു സാധനം തടയുവാണ് അല്ലേ? എന്തായിരിക്കും അപ്പോൾ നമ്മളിവിടെ തടയുന്നത്? ഡാംപ്നെസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡാംപ്നെസ്. ഓക്കെ, വെള്ളമൊക്കെ ഇങ്ങനെ പനിച്ചു കയറി വരുന്നത് അല്ലെങ്കിൽ വെള്ളം മോയ്സ്ചർ കണ്ടന്റ് ഇങ്ങനത്തെ ഈ സ്ട്രക്ചേഴ്സിലൊക്കെ വന്ന് അത് ഡാമേജ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ഡാംനെസ് എന്ന് പറയുന്നത്. വെള്ളം ഇങ്ങനെ പനിച്ചു കയറി വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ജലാംശം ഇങ്ങനെ നിൽക്കുന്നതിന്. അപ്പൊ നമ്മൾ ഡാം പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ വെള്ളം കയറി വരുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് തടയുക എന്നുള്ളതാണ് ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പം നിങ്ങളുടെ കോളേജിലൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ കാണാം ഒരു ചെറിയൊരു കളർ ചേഞ്ച്, വെള്ളം ഇങ്ങനെ കയറി വരുന്നത് സൺസൈഡിലൊക്കെ വെള്ളം നിന്ന് അല്ലെങ്കിൽ റൂഫിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് അത് ഭിത്തി കൂടെ ഒലിച്ച് ഉള്ളിലെ ആ ഒരു സർഫസിൽ ഒരു എന്താണ് ഒരു അൺപ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അധികം രസമില്ലാത്ത ഒരു കാഴ്ച പോലെ അതിങ്ങനെ നിലനിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാംപ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്നുണ്ടോ? ആ ഭിത്തിയുടെ ഒക്കെ സൈഡിലായിട്ട് അതൊക്കെ എന്താണ്? നേരെ വെള്ളം കെട്ടി നിന്നിട്ട് ഡാംനെസ് ഇങ്ങനെ പനിച്ചിറങ്ങി വരുന്നതാണ്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു ഡാംനെസ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഡിഫൈൻ ഡാംനെസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ ഓർക്കേണ്ടത്. സ്ട്രക്ചറൽ ഡാംനെസ് is the presence of unwanted moisture in the structure of a building, either the result of intrusions from outside or from condensation from within the structure. പുറത്തുനിന്ന് ആ ഒരു വെള്ളം ഉള്ളിലേക്ക് പനിച്ചു കയറി വരുന്നതോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു മോയ്സ്ചർ കണ്ടൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഗേഷ്യസ് ഫോമിൽ നിന്ന് വാട്ടർ ഫോമിലേക്ക് ഡ്രോപ്ലെറ്റ് ആയിട്ടൊക്കെ ഫോം ചെയ്ത് നമ്മുടെ ഭിത്തിയിലേക്കൊക്കെ ഒട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭിത്തിയിലൊക്കെ അത് ഫോം ചെയ്യുക റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാംനെസ് എന്ന് പറയുന്നത്. Dampness is the presence of hygroscopic or gravitational moisture. ഗ്രാവിറ്റേഷണൽ മോയ്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒഴുകി വരുന്ന ആ തരത്തിലുള്ള വെള്ളം. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? സോയിലിനകത്തൊക്കെയുള്ള എന്താണ് നമുക്ക് പരമാവധി എത്ര എടുത്താലും എത്ര ഡ്രൈ ചെയ്താലും ആ സോയിലിനകത്ത് ഒരു നിശ്ചിത അളവ് വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ സോയിലിനകത്ത് ഇറങ്ങിയിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഒഴുകി വരുന്ന തരത്തിലുള്ള ഈ രണ്ട് തരത്തിലുമുള്ള വെള്ളം ഈ ഒരു സർഫസിലേക്ക് വലിഞ്ഞു കയറുന്നതോ അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ആ ഒരു നനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാംപ്നെസ് എന്ന് പറയുന്നത്. അടുത്തത്, എന്തൊക്കെയാണ് ഈ ഡാംനെസ്സിന് കാരണം? ഡാംനെസ്സിന്റെ കാരണം എന്തൊക്കെയാണ്? അപ്പൊ ഡാംനെസ് എന്താണെന്ന് മനസ്സിലായാൽ നമുക്ക് തന്നെ മനസ്സിൽ കുറെ ആലോചിക്കാൻ പറ്റും അല്ലെ? ഒരു രണ്ടാൾക്കാരൊന്ന് പറഞ്ഞു നോക്കുന്നു എന്തൊക്കെയായിരിക്കും ഡാംനെസ് എന്നുള്ളത്. ആരോടെ ചോദിക്കുക? അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരാൾ അൺമ്യൂട്ട് ചെയ്തേ. റെയിൻ, മഴ കാരണമാണ്. പിന്നെ പറഞ്ഞോ. ആശിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആർക്കും ആൻസർ ഇല്ലേ? ഡാംനെസ്സിന് കാരണമാകാം. ഡാംനെസ് എന്താണെന്ന് മനസ്സിലായി, അതിന് കാരണം എന്തൊക്കെയായിരിക്കും? വേഗം പറഞ്ഞേ. ആർക്കും ഒന്നും പറയാനില്ല. വീക്ക് കോൺക്രീറ്റ്, സ്ട്രക്ചറൽ ഡിഫക്ട്, എർത്ത് വാട്ടർ, ഒക്കെ അങ്ങനെ കുറെ പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ? സ്ട്രക്ചറൽ ഡിഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിൽ വന്ന പ്രശ്നം. സ്നോ. ഓക്കെ, അൻസിന് ഇന്നലെ എവിടെയാ പോയെ? മഞ്ഞിന്റെ കാര്യമൊക്കെയാണല്ലോ പറയുന്നത്. നമുക്കിപ്പോ ലോക്കലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞേ. ഓക്കെ, വെള്ളം ഇങ്ങനെ കയറി വരുന്നത് സോയിലിനകത്ത് വരുന്നു, പിന്നെ പ്രളയം വരുമ്പോഴത്തേക്കും വെള്ളം കയറി വരാം. അങ്ങനെ ഏതേലും നമുക്ക് മനസ്സിൽ കുറെ ചിത്രങ്ങളൊക്കെ വരാറില്ല വെള്ളത്തിന് കാരണമാകുന്ന, അല്ലെങ്കിൽ ഭിത്തിയൊക്കെ ഇങ്ങനെ നനഞ്ഞു പോകാനുള്ള കാരണം, അങ്ങനെ ഓരോന്ന്. പിന്നെ നമ്മുടെ ഭിത്തിയുടെ സർഫസ് ഒക്കെ എപ്പോഴും വെള്ളത്തിനോട് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഡാംനെസ് വരാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഏറ്റവും ആദ്യം റൈസിംഗ് ഓഫ് മോയ്സ്ചർ ഫ്രം ദി ഗ്രൗണ്ട്, അതായത് കാപ്പിലറി ആക്ഷൻസ് ഒക്കെ കണ്ടു കാണും. അതായത് നമ്മുടെ ഗ്രൗണ്ടിനകത്തിരിക്കുന്ന വെള്ളം കാപ്പിലറി ആക്ഷൻ, ചെറിയ വോയിഡ്സിൽ കൂടെ ഇങ്ങനെ മേലേക്ക് കയറി വന്ന് ആ ഒരു ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ഭിത്തിയിലേക്കോ ഒക്കെ ഇങ്ങനെ പനച്ചു കയറി വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാപ്പിലറി ആക്ഷൻ. ചെറിയ ചെറിയ വോയിഡ്സിൽ കൂടെ വെള്ളം ഇങ്ങനെ കയറി വരുന്നത്, താഴെ സോയിലിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന ആ ഒരു വെള്ളം. നമുക്കൊക്കെ ഇപ്പൊ കണ്ടു ഗ്രൗണ്ട് ലെവലിൽ വെള്ളം ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ ഒരു ചെറിയ നനവ് പോലെ രൂപപ്പെടാറുണ്ട് അല്ലെ? അതിന് കാരണം ഈ ഒരു കാപ്പിലറി ആക്ഷൻ ആണ്. ചെറിയ വോയിഡ്സിൽ കൂടെ വെള്ളത്തിന് ഇങ്ങനെ കയറി വരാനുള്ള ആ ഒരു എബിലിറ്റി, അതിനാണ് നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെയുള്ളത് ആക്ഷൻ ഓഫ് റെയിൻ. ആഷിക്ക് പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ ഓഫ് റെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എക്സ്പോസ്ഡ് ഫോഴ്സ്, അതായത് വെള്ളത്തുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ആ ഒരു വാള്, അതെന്ത് സംഭവിക്കാം? അങ്ങനെ എപ്പോഴും ഈ കോണ്ടാക്ട് വരുന്നത് കൊണ്ട് തന്നെ വെള്ളം പനിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു നനവ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതാണ് ആക്ഷൻ ഓഫ് റെയിൻ. അടുത്തത് എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് ദി വാൾ. നമ്മൾ കോപ്പിംഗ് പഠിച്ചായിരുന്നില്ലേ? കോപ്പിംഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വെള്ളം ഇങ്ങനെ ഊർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല, അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ എപ്പോഴും ആ സർഫസിന്റെ മേലെ എന്താണ്ടാവും? വെള്ളം വന്ന് വീണ്
അതിങ്ങനെ വെതഡായി പോവാണ്ട് അല്ലെങ്കിൽ അതങ്ങനെ ഒഴുകി പോവാണ്ട് എന്ത് സംഭവിക്കുന്നു, അതിന്റെ മേലെ തന്നെ റീറ്റെയിൻ ചെയ്ത് അങ്ങനെ ആ ഭിത്തി കൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് ദി വാൾ, പാരപ്പറ്റ് വാള്, കോമ്പൗണ്ട് വാള്, ഇതിന്റെയൊക്കെ മേലെ എന്താണ് വെള്ളം വീണുകൊണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഭിത്തി കൂടെ പലിച്ചിറങ്ങി വരില്ലേ. പാരപ്പറ്റ് വാളിന്റെ ഒക്കെ സൈഡിൽ കൂടെ നമുക്ക് അങ്ങനെ ഒരു കവറിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് ദി വാളിൽ പറയുന്നത്. ഇനി അടുത്ത കണ്ടൻസേഷൻ. ഞാൻ പറഞ്ഞായിരുന്നു കണ്ടൻസേഷൻ റൂമിനകത്ത് തന്നെയുള്ള വെള്ളം എന്താവുന്നു, മോയിസ്ചർ ഫോമിൽ നിന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഈ ഒരു സർഫേസിലേക്കൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ അത് കാരണം ഒരു നനവ് രൂപപ്പെടുവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ പറയുന്നത്. വാം ഹ്യൂമിഡ് എയർ ഈസ് കോൾഡ്. അതായത് വാമാണ്, അതുപോലെ തന്നെ ഹ്യൂമിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, മോയിസ്ചറിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് അല്ലെ. ഈ ഹ്യൂമിഡിറ്റി എന്ത് സംഭവിക്കുന്നു, കൂൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് ആവുന്നു. ഇനി അടുത്തത് അതർ കോസസ്, കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കോസസ് കൂടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ഡ്രെയിനേജ് ഓഫ് ദി സൈറ്റ്. എന്താണെന്ന് മനസ്സിലായോ? സൈറ്റിൽ വേണ്ടത്ര ഡ്രെയിനേജ് അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഫെസിലിറ്റി ഇട്ടിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു, വെള്ളം അവിടെ കെട്ടി നിൽക്കും അല്ലെ. വെള്ളം അങ്ങനെ കെട്ടി നിന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഹൈറ്റ് കൂടുന്നു. അത് ഈ സർഫസിലൊക്കെ എന്ത് സംഭവിക്കുന്നു, എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് വരുന്നു. അതനുസരിച്ച് വെള്ളം ഇങ്ങനെ പനച്ചു കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്നത് എന്തായിരിക്കും, ഈ ഒരു ഡാംനെസ്സിന് കാരണമാകാം. അപ്പം മര്യാദയ്ക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റി, വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ സൈറ്റിൽ കൊടുക്കണം. സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടോ അല്ലെങ്കിൽ പറമ്പോ അങ്ങനെ ഏത് സൈറ്റ് ആയിക്കോട്ടെ. അടുത്തത് ഓറിയന്റേഷൻ. നമ്മുടെ ബിൽഡിംഗ് ഏത് രീതിയിലാണ് നമ്മൾ ഓറിയന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ് കീപ്പ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പൊ നമ്മൾ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും റെയിൻ അടിക്കുന്ന ഒരു ഏരിയ, അതിനുശേഷം നല്ല സൺഷൈൻ വരുമ്പോഴത്തേക്കും ആ ഒരു സർഫസിൽ സൺഷൈൻ അടിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു നേരത്തെ നനവുണ്ടായത് അത് പോകുന്നില്ല, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും, എപ്പോഴും ആ ഒരു സർഫസ് നനവ് ഉണ്ടാവും അല്ലെ. അതൊരു കാരണമായിരിക്കും. അപ്പൊ നമ്മൾ ഓറിയന്റേഷൻ സമയത്ത് നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതിങ്ങനെ ഉണങ്ങി പോകാനോ അല്ലെങ്കിൽ സൺഷൈൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പരമാവധി എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഒരു ബിൽഡിംഗ് ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു വീടൊക്കെ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത് രീതിയിലാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കാര്യങ്ങൾ, റോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഏത് രീതിയിലാണ് നമ്മളിത് അലൈൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് ആ പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ അലൈൻ ചെയ്താൽ മാത്രമേ ഈ ഡാമേജ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കൂ. പിന്നെ പുതുതായി നിർമ്മിച്ച ഒരു ബിൽഡിംഗ് നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇനി പുതുതായി നിർമ്മിച്ച ഒരു ബിൽഡിംഗിൽ ഈ ഒരു ഡാംനെസ് അല്ലെങ്കിൽ ഈ ഒരു ഡാം നനവ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ വൈറ്റ് വാഷിംഗ് ഒക്കെ ചെയ്താലും എന്താണ്, ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊക്കെ വരാനോ അല്ലെങ്കിൽ ആ ഒരു നനവ് കുറച്ചു കാലം നീണ്ടു നിൽക്കില്ല. അപ്പം ന്യൂലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗിൽ കൂടുതലായിട്ടും ഈ ഡാമേജ് ഉണ്ടാവും. പിന്നെ എന്താണ്, ഫ്ലാറ്റ് റൂഫ്. നമ്മളിപ്പം ചില വീടുകളിലൊക്കെ നമ്മൾ മേലെ ഒരു എക്സ്ട്രാ റൂഫിംഗ് കൊടുക്കാറുണ്ട് അല്ലെ. അത് കൂടുതലായിട്ടും എന്തായിരിക്കും, ചിലപ്പം ആ ഒരു ഫ്ലാറ്റ് റൂഫ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്ലാബ് വാർത്തിട്ട് അതിന് ചെറിയ ലീക്ക് ഒക്കെ രൂപപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചെരിവിട്ട് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതെ അല്ലെങ്കിൽ അത് വേഗം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു വെള്ളം ഇങ്ങനെ പനിച്ച് അല്ലെങ്കിൽ ആ ഒരു ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ ഡാംനെസ്സിനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ആൾക്കാരുടെ കഴിവ്, നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, നല്ല കഴിവുള്ള പണിക്കാരൊക്കെ ആണെങ്കിൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നല്ല ഒരു വർക്ക്മാൻഷിപ്പ് കിട്ടും. അതേസമയം നമ്മളെ പോലെ വർക്കിനൊന്നും അധികം കഴിവൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഉടായ്പിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ നേടാൻ നോക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ വർക്ക്മാൻഷിപ്പ്, അവരുടെ ആ ഒരു കഴിവ് കാരണം എന്തായിരിക്കും, നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പോയിന്റ്സുകളൊന്ന് മനസ്സിൽ ഓർക്കുക, ഓരോന്നായിട്ടും പോയിന്റ് ആയിട്ട് തന്നെ ഓർക്കുക. അതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ നിങ്ങളുടെ ആൻസർ നല്ല മാർക്ക് സ്കോർ ചെയ്യും. അപ്പം ഓരോന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇന്നത്തെ ഇതിൽ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടായിരിക്കും. ഓക്കെ. അപ്പം ഇതാണ് കോസസ്, ഏതൊക്കെ രീതിയിൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സൈറ്റിലേക്കോ ഡാമേജ് വരാനുള്ള ചാൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് എഫക്ട്സ്. ഇങ്ങനെ ഡാമേജ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാരണമുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. ഏറ്റവും ആദ്യത്തത് മോസ്കിറ്റോസ് അല്ലെങ്കിൽ ഇങ്ങനെ കൊതുകൊക്കെ ബ്രീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ്, കൊതുകൊക്കെ വളരാൻ ചാൻസ്. അതുപോലെ തന്നെ ഒരു അൺഹെൽത്തി ആയിട്ട് അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരും. നമുക്ക് ഒരു നനവൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ അത് ജേംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മോസ്കിറ്റോ ഒക്കെ കൊതുകൊക്കെ വളരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ കൊറോഷൻ ഓഫ് മെറ്റൽസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. ഒരു ഡാമ്പ് അല്ലെങ്കിൽ ഒരു നനവുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് തുരുമ്പിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം കൊറോഷന് ചാൻസ് ഉണ്ട്. പിന്നെയോ പാച്ചസ് ഇൻ ദ ഫേസസ് ഓഫ് വാൾസ് ആൻഡ് സീലിംഗ്.
ചെറിയ ചെറിയ പാച്ചസ് നമ്മുടെ ഭിത്തികളിലും സ്ലാബിലും സീലിംഗിലും ഒക്കെ ചെറിയ ചെറിയ എന്താണ് പാച്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പാടുകൾ പോലെ രൂപപ്പെടാം. അതിന് കാരണം എന്ത് തന്നെയാണ്? ഇങ്ങനത്തെ ഡാംനെസ് തന്നെയാണ് അതിനും കാരണം. ഓക്കെ, നിങ്ങൾക്ക് 2 പോയിന്റ് പറയാൻ തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഗെറ്റ് ഡിറ്റീരിയോട്ടഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയുന്നു ആൻഡ് മേ ലീഡ് ടു എന്താണ് ഷോർട്ട് സർക്യൂട്ടിംഗ്. ഓക്കെ, അടുത്തത് ഫ്ലോർ കവറിംഗ് മെറ്റീരിയൽസ് ഗെറ്റ് ഡാമേജ്. അതായത് താഴെ നിന്നൊക്കെ വെള്ളം പനിച്ചു കയറി വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു സർഫസിൽ കൂടെ ഒക്കെ വന്ന് ആ ജോയിന്റ്സ് ഒക്കെ വലുതാവാനും ചാൻസ് ഉണ്ട്. അതിന്റെ പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലോർ കവറിംഗ്, ടൈലിംഗ് ആയിക്കോട്ടെ, മാർബിളേറ്റ്, അങ്ങനത്തെ എന്ത് കൊടുത്താലും എന്ത് സംഭവിക്കാം? അതിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഡാമേജും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ടെർമൈറ്റ് ഗ്രോത്തിങ് നമ്മളിപ്പോൾ ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? നനവുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ചെതലിന്റെ വളർച്ച കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏതാ സിനിമ എന്ന് ഓർമ്മയുണ്ടോ? ഒരു മുദ്രപേപ്പറിൽ ചെതലിനെ വളർത്താൻ വേണ്ടി നമ്മൾ അതിനകത്ത് വെള്ളം തളിപ്പിക്കുന്ന പോലെ. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഡാംനെസ് അല്ലെങ്കിൽ ഒരു വെള്ളമുള്ള ഒരു സർഫസ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം? ചെതലിന്റെ ഗ്രോത്ത് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ടെർമൈറ്റ് ഗ്രോത്ത് ഗെറ്റ് ആക്സിലറേറ്റഡ്. ഓക്കെ, ഓക്കെ. അപ്പം അടുത്തത് സിനിമേന്റെ പേരാണോ പറഞ്ഞത്? ഓക്കെ, ഇവിടം സ്വർഗമാണ്, അത് തന്നെ കേട്ടോ, ജഗദീന്റെ സിനിമ. ഓക്കെ സ്വരൂപ്. അടുത്തത് സോഫ്റ്റിംഗ് ആൻഡ് ക്രംബ്ലിംഗ് ഓഫ് പ്ലാസ്റ്റർ. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ആ പ്ലാസ്റ്റേർഡ് സർഫസൊക്കെ എന്ത് സംഭവിക്കുന്നു? സോഫ്റ്റിംഗ് ചെയ്ത് അത് പൊട്ടിപ്പോകാനുള്ള അല്ലെങ്കിൽ അടന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് സോഫ്റ്റ് ആയിട്ട് ക്രംബിൾ ചെയ്ത് പൊട്ടുന്നു എന്ന് ഓർത്താൽ മതി കേട്ടോ. അടുത്തത് ഡെക്കറേറ്റീവ് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിപ്സം ബോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡെക്കറേറ്റീവ് നമുക്ക് കുറച്ചും കൂടെ ആഡംബരത കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മനോഹാരിത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡെക്കറേറ്റീവ് ഫിനിഷസ് ഒക്കെ എന്ത് സംഭവിക്കാം? നാശമായി പോയി അത് കോസ്റ്റ്ലി റിപ്പയറിംഗ് വർക്ക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? കാരണമാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എഫ്ലോറസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പുതുതായിട്ട് നമ്മൾ തേച്ച ആ ഒരു സർഫസിനകത്ത് ചെറിയ വെള്ള പാച്ചസ് പോലെ രൂപപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവുമോ? കണ്ടിട്ടില്ല? ഒരു വെള്ള പൊടി പോലെ ഇങ്ങനെ ഒരു ലെയർ. അതെന്തിനാ കാരണം വെച്ചാൽ അതിനകത്തുള്ള സാൾട്സ് ഒക്കെ ഇങ്ങനെ വന്ന് ആ ഒരു സർഫസിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ഡിഫക്ട്സിന്റെ സമയത്ത് ഇത് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു എഫ്ലോറസൻസിനും കാരണമാവുന്നത് എന്ത് തന്നെയാണ്? ഈ ഒരു ഡാംനെസ്സിനാണ്. എഫ്ലോറസൻസ് ആ ഒരു സാൾട്സിന്റെ പ്രസൻസ് ആണ്. ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുള്ള സാൾട്സ് അതായത് ആ ഒരു സ്ട്രെങ്തനിങ് സമയത്ത് അത് എന്താണ് പൊടി പോലെ അതിന്റെ പുറത്ത് രൂപപ്പെടുന്ന ആ ഒരു വെള്ള പൊടി പോലെ രൂപപ്പെടുന്നതാണ് നമ്മൾ എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അടുത്തത് മെത്തേഡ്സ് ഓഫ് ഡാം പ്രൂഫിംഗ്. ഏതൊക്കെ രീതിയിൽ നമ്മൾ നേരത്തെ പ്രീസ്ട്രെസ്സിങ്ങിന്റെ മെത്തേഡ്സ് പഠിച്ച പോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡാം പ്രൂഫിംഗ് നടത്താൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു നനവ് നമുക്ക് തടയാൻ സാധിക്കുമെന്നാണ് ഇനി പറയുന്നത്. ആദ്യത്തത് യൂസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്, DPC, ഡാം പ്രൂഫ് കോഴ്സ്, മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്. അതായത് നമ്മളിപ്പം നമ്മുടെയൊക്കെ തറയിന്റെ മേലെ, അതായത് നമ്മൾ മണ്ണിട്ടിട്ട് അതിന്റെ മേലെ നമ്മൾ ശരിക്കും ഒരു ലെയർ കോൺക്രീറ്റ് ഇടാറില്ലേ തറയിൽ, താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ? അത് ശരിക്കും ഒരു ഡാം പ്രൂഫിംഗ്. അതിന് നമ്മൾ DPC എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ നമ്മൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കാറ്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, PCC. അതിനകത്ത് കമ്പി ഉണ്ടാവില്ല അല്ലെ, വെറുതെ നമ്മൾ സിമെന്റും മണലും കല്ലൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇടാറ്. അതിനാണ് നമ്മൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. അതേസമയം നമ്മൾ റൂഫിൽ നമ്മൾ ഇടുന്നത് RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. ഈ ഒരു മണല്, സിമെന്റ്, വെള്ളം, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി ചേർക്കുന്നുണ്ട്? കുറച്ച് റീഇൻഫോഴ്സ്മെന്റ്. അതിനാണ് നമ്മൾ RCC എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ്. ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കോൺക്രീറ്റ് ഒക്കെ ഇല്ലേ, ഈ കോൺക്രീറ്റിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കെമിക്കൽസ് കൂടെ ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അതിനകത്ത് വോയിഡ്സ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഡാം പ്രൂഫ് ആയിട്ട് തന്നെ ഈ കോൺക്രീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മോഡിഫിക്കേഷൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നിയാസ് അറ്റൻഡൻസ് പറഞ്ഞായിരിക്കും അല്ലെ, ഒന്ന് പറഞ്ഞ്. ഡോക്ടർ ഫിക്സിറ്റ്. ഓക്കെ, അതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കോട്ടിംഗ് ആണ്. ഗുഡ്. ഓക്കെ, ഡോക്ടർ ഫിക്സിറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇതേപോലെ തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്ററിംഗ് പോലെ നമുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ, ഈ ഡാംനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശ്രീരാഗ്. അടുത്തത് സർഫേസ് ട്രീറ്റ്മെന്റ്. ഇപ്പം ശ്രീരാഗ് പറഞ്ഞ ഡോക്ടർ ഫിക്സിറ്റ് ഒക്കെ ഇതിനകത്തായിരിക്കും വരിക? ഈ ഒരു സർഫേസ് ട്രീറ്റ്മെന്റ് കൂടെ ആയിരിക്കും വരിക. നമ്മൾ സർഫേസ് എന്തായാലും ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്ത് സൗണ്ട് എന്താണ് വാട്ടർ പ്രൂഫ് ആക്കുകയാണ്. അതിനാണ് നമ്മൾ സർഫേസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ. ക്യാവിറ്റി വാൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മളൊരു ഭിത്തി നിർമ്മിക്കാൻ നേരത്ത് നടുക്ക് ഒരു ചെറിയ ക്യാവിറ്റി വരും. ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്?
ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഒരു മെറ്റീരിയൽ ഇല്ല, വേക്കൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ പുറത്തു നിന്ന് വെള്ളം, അതായത് പുറത്തെ സർഫേസിൽ വെള്ളം എന്താണ് കയറിയാലും അത് ആ ക്യാവിറ്റി ഉള്ളത് കൊണ്ട് ഉള്ളിലേക്ക് പോകില്ല. അതേസമയം അത് കണ്ടിന്യൂസ് ആയിട്ടൊരു കട്ട തന്നെയാണെങ്കിൽ എന്താണ്, ആ വെള്ളം പല ചുള്ളി വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 2 ലെയർ വെക്കും, അതിന്റെ നടുക്ക് ഒരു ചെറിയ ക്യാവിറ്റി ഇടും. അതുകൊണ്ട് പുറത്തെ സർഫേസിൽ വെള്ളം അല്ലെങ്കിൽ നനവെത്തിയാലും അത് ഉള്ളിലേക്ക് എത്താണ്ടിരിക്കും. അതിനാണ് നമ്മൾ ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഗണിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഗണിറ്റിംഗ് ഗണ്ണെന്ന് ഓർത്താൽ മതി. നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഒരു ഗണ്ണ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഗണ്ണ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഗ്യാപ്സും വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ഗണിറ്റിംഗ് എന്ന് പറയുന്നത്. ഗണ്ണ് ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നു, ഗണിറ്റിംഗ്. അടുത്തത് പ്രഷർ ഗ്രൗട്ടിംഗ്. ഗ്രൗട്ടിംഗ് കേട്ടിട്ടുണ്ടോ? സിമെന്റും വെള്ളവും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാപ്സ് വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നതാണ് അല്ലെ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പ്രഷർ, നല്ല പ്രഷറിൽ ഈ ഗ്യാപ്പിന്റെ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രൗട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം 6 പേരുകളൊന്നും ഓർക്കാലോ അല്ലെ. മെംബ്രെയിൻ ഡാം പ്രൂഫ് കോഴ്സ്, അതായത് ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ലെയർ മൊത്തം നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ്, കോൺക്രീറ്റിനകത്തൊക്കെ കെമിക്കൽസ് ആയിരുന്നു. സർഫസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ശ്രീരാഗ് പറഞ്ഞ പോലെ ഡോക്ടർ ഫിക്സിച്ച് എന്ന് ഓർത്താൽ ഒരു സർഫസ് കോട്ടിംഗ് കൊടുക്കുകയാണ്. പിന്നെ ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടുന്നു, ഗണിറ്റിംഗ് ഗണ്ണ്. പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറയുമ്പോൾ ക്രാക്കിൽ കൂടെ ഒക്കെ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഡാം പ്രൂഫിംഗ്, ഓക്കെ, DPC. ഇൻ ദിസ് മെത്തേഡ് വാട്ടർ റിപ്പല്ലിംഗ് മെംബ്രെയിൻസ് ഓർ ഡാം പ്രൂഫ് കോഴ്സ് ബിറ്റ്വീൻ ദി സോഴ്സ് ഓഫ് ഡാംനെസ് ആൻഡ് ദി പാർട്ട് ഓഫ് ബിൽഡിംഗ് അഡ്ജസ്റ്റന്റ് ടു ഇറ്റ്. അതായത് ഇപ്പൊ മണ്ണൊക്കെ വെള്ളം ഇങ്ങനെ കയറുന്ന ഒരു പാർട്ട് അല്ലേ, അതാണ് സോഴ്സ് ഓഫ് ഡാംനെസ്, അല്ലെങ്കിൽ ഈ വെള്ളം കയറി വരാൻ കാരണമാവുന്ന ആ ഒരു സോയിൽ. ആ സോയിലിനെയും നമ്മുടെ ബിൽഡിങ്ങിനെയും വേർതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് കൊടുക്കുന്നു. കോട്ടിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഷീറ്റ് വിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റ് ലെയേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അതങ്ങനെ നിർത്തുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്, ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബിറ്റുമിൻ, ടാർ പോലത്തെ മെറ്റീരിയൽസ്, മാസ്റ്റിക് ആസ്ഫാൾട്ട്, ഈ ടാറിന് തന്നെ വേറൊരു രൂപമാണ് കേട്ടോ. ബിറ്റുമിനസ് ഫെൽറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ്, മെറ്റൽ ഷീറ്റ്, സിമെന്റ് ഷീറ്റ്, അതായത് ഒരു ഷീറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് പോലെയോ ഇങ്ങനെ നമ്മൾ ടാർ അങ്ങനത്തെ ഏതെങ്കിലും ഫോം നമ്മൾ തേച്ച് കൊടുക്കുന്നത്, അതിനാണ് നമ്മൾ ഡാം പ്രൂഫിംഗ് DPC എന്ന് പറയുന്നത്. DPC may be provided horizontally or vertically in floors, walls, etc. ഭിത്തിയിലാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കാം, ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമുക്കിപ്പം ഒരു തറയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ ആയിട്ടും ഇത് കീപ്പ് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഇങ്ങനത്തെ ടാറോ ഷീറ്റോ ഒക്കെ ലേ ചെയ്ത് ഈ സോയിലിനെ നമ്മുടെ ബിൽഡിങ്ങിനെ വാട്ടർ പ്രൂഫ് ആക്കുന്നതാണ് DPC. അടുത്തത് ഇന്റഗ്രൽ ഡാം പ്രൂഫിംഗ്. ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ കോൺക്രീറ്റിനകത്തൊക്കെ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് ഡാമേജസ് പ്രിവെന്റ് ചെയ്യുക അല്ലെ. കൺസിസ്റ്റ് ഓഫ് ആഡിങ് certain water proofing compounds of materials to the concrete mix so that it becomes impermeable. Concrete impermeable ആവുന്നു. These waterproofing compounds may be in 3 form. 3 ഫോമിലാണ്. ഒന്നെങ്കിൽ ഇങ്ങനത്തെ ചോക്ക്, ഫുള്ളേഴ്സ്, ഈ വോയിഡ്സ് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ ഇതുണ്ടാവാം. രണ്ടാമതായിട്ട് ആൽക്കലൈൻ സിലിക്കേറ്റ്സ്, അലുമിനിയം സൾഫേറ്റ്സ്, ഇങ്ങനത്തെ കെമിക്കലി കോൺക്രീറ്റിൽ എന്താകുന്നു, വാട്ടർ പ്രൂഫ് ആക്കുന്നു. മൂന്നാമതായിട്ട് കോമ്പൗണ്ട്സ് വർക്ക് ഓൺ വാട്ടർ റിപ്പലിംഗ് പ്രിൻസിപ്പിൾ. വാട്ടർ റിപ്പലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വെള്ളത്തിനെ എതിർക്കാനുള്ള. അപ്പൊ നമ്മുടെ ചേമ്പലൊക്കെ എന്താണ്, വെള്ളം ഇങ്ങനെ അതിന്റെ പുറത്തൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ, ഒഴുകി പോകുന്ന കണ്ടിട്ടില്ലേ, അതേപോലെ വാട്ടർ റിപ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു സർഫേസ് ആയിട്ട് ഈ കോൺക്രീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ 3 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ ഈ വോയിഡ്സ് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽസ് പോലെ നമുക്ക് ഈ കോൺക്രീറ്റിനെ വാട്ടർ പ്രൂഫ് ആക്കുന്നു. മൂന്നാമതായിട്ട് കോൺക്രീറ്റിനെ വാട്ടർ റിപ്പല്ലിംഗ് ആക്കുന്ന തരത്തിൽ. അങ്ങനെ നമുക്ക് കോൺക്രീറ്റിലേക്ക് ഈ ഒരു കെമിക്കൽസ് ആഡ് ചെയ്ത് അതിനാണ് നമ്മൾ ഇന്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നിങ്ങൾ മറക്കാൻ ചാൻസ്, ഈ ഒരു പേരായിരിക്കും മറക്കാൻ ചാൻസ്. അപ്പൊ അത് നിങ്ങളൊന്നും പരമാവധി ഇപ്പൊ തന്നെ ഒരു 2 പ്രാവശ്യം ഓർത്തു പോകാം. അടുത്തത് സർഫസ് ട്രീറ്റ്മെന്റ്. എന്താണ് ട്രീറ്റ്മെന്റ്? കൺസിസ്റ്റ് ഓഫ് അപ്ലൈയിങ് എ ലെയർ ഓഫ് വാട്ടർ റിപ്പല്ലിംഗ് സബ്സ്റ്റൻസ് ഓൺ ദി സർഫസ് ത്രൂ വിച്ച് മോയ്സ്ചർ എൻറ്റേഴ്സ്. അതായത് ഇങ്ങനെ മോയ്സ്ചർ എൻ്റർ ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയയിൽ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഒരു വാട്ടർ റിപ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു സർഫേസ് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോട്ടിംഗ് കൊടുക്കുന്നു. The use of water repelling metallic soaps such as calcium, aluminum bolids, steroids are effective against rainwater penetration. അതായത് ഇങ്ങനത്തെ കുറച്ച് കോട്ടിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കെമിക്കൽസ് ഒക്കെ അപ്ലൈ ചെയ്താൽ റെയിൻ വാട്ടർ പ്രിവെന്റ് ചെയ്യാൻ കുറെയൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. Pointing and plastering of the exposed surface must be done carefully using waterproofing agent like sodium or potassium silicate, aluminum or zinc sulfate, barium and hydroxide. അതായത് നമ്മൾ ഈ പോയിന്റിങ്ങും പ്ലാസ്റ്ററിങ്ങും ഒക്കെ ചെയ്യാൻ നേരത്തെ ഇങ്ങനത്തെ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വാട്ടർ റിപ്പല്ലിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ചെയ്യണമെന്നാണ് കേട്ടോ. കുറച്ച് കത്തി നമുക്ക് സർഫസ് ട്രീറ്റ്മെന്റ് നിങ്ങളൊന്ന് ഓർത്താലും മതി. നമുക്ക് പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർക്കുക. ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ചൊന്ന് പറഞ്ഞു തന്നു മാത്രം കേട്ടോ. സ്വന്തം വാക്കിൽ എഴുതുക. പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ സക്സസ്ഫുൾ വെൻ മോയ്സ്ചർ ഈസ്
സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് വരുന്ന അത്തരം ഒരു മോയ്സ്ചർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സർഫസ് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം സർഫസ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് റഫായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, സ്വന്തമാക്കി തന്നെ പരമാവധി ഒന്ന് എഴുതുക. അപ്പം എല്ലാം പേരുകൾ ഓർക്കുക, അതെന്താണെന്ന് നിങ്ങളൊന്ന് വേർതിരിച്ചറിഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ്. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാപ്പുറം പഠിച്ചു പോകാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഓക്കെ, ബാക്കി നമ്മുടെ പ്രസന്റേഷൻ സ്കില്ലാണ്. ഈ രീതിയിൽ നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുക്കുക. അപ്പം ഈ ഒരു പേര്, ഈ ഒരു ചിത്രം, അപ്പൊ ഇവിടെ ചെറിയ ചെറിയ ഗ്യാപ്സ് ഒക്കെ, പോയിന്റും കാര്യങ്ങളൊക്കെ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു കെമിക്കൽസ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യണം. അപ്പം ആ വോയിഡ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ആവും. ഓക്കെ, കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മാക്സിമം നമുക്ക് പോയിന്റ്സ് കിട്ടുക. അടുത്തത് ക്യാവിറ്റി വാൾ പറഞ്ഞല്ലോ അല്ലെ. ഡാം പ്രിവെൻഷൻ ഇൻ ദിസ് മെത്തേഡ് വാൾ ബിൽഡിംഗ് ബൈ ഷീൽഡിംഗ് ബൈ ആൻ ഔട്ടർ സ്കിൻ വാൾ ലീവിംഗ് എ ക്യാവിറ്റി ബിറ്റ്വീൻ ദം ടു. ഇന്നർ വാളിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു സ്കിൻ വാൾ, 2 ബിറ്റ് അതിൻ്റെ ഒരു ഗ്യാപ്പ്, എത്ര ഓർക്കാലോ, അതാണ് നമ്മൾ ക്യാവിറ്റി വാൾ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിമെന്റ് കല്ല് പോലത്തെയാണ് നമ്മുടെ ഉള്ളിൽ. അതിന്റെ പുറത്തായിട്ട് നമ്മൾ കട്ട വെട്ടുന്നു. അപ്പൊ കാണാനും ഒരു ഇതുണ്ട്, പിന്നെന്താണ് ആ ഒരു ഗ്യാപ്പും കിട്ടും. അപ്പം ഡാം പ്രൂഫിംഗ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ആരവിടെ ചിരിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് വൺ. എന്നെ ട്രോളിട്ടാണോ ചിരിക്കുന്നത്? ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഓക്കെ, എന്നെ ട്രോളായിരിക്കും അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്, ഗ്രൗട്ട് ഗണിറ്റിംഗ്. ഗണിറ്റിംഗ് എന്താണ്, പേരോർക്കുക, ഗണ്ണ് അല്ലെ. ഗൺ രൂപത്തിൽ നമ്മളിങ്ങനെ ഒരു ഗ്രൗട്ട് അടിച്ച് ഇങ്ങനത്തെ ഒരു സർഫസ് മൊത്തം കോട്ട് ചെയ്യുവാണെങ്കിൽ, അപ്പം ഇങ്ങനെ ഗണ്ണ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്യുന്നതിന്റെ ഇതെന്തായിരിക്കും? ഇപ്പൊ ചിരിച്ചാള് പറയോ, ഗണ്ണ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഗ്രൗട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം വ്യത്യാസം എന്തായിരിക്കും? അല്ലെങ്കിൽ മറ്റേതുമായിട്ട് എന്തായിരിക്കും വ്യത്യാസം? പറയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ക്രാക്കുകളൊന്നും രൂപപ്പെടില്ല. കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ള ഒരു മിക്സ് ആയിരിക്കും. അപ്പൊ പൊട്ടും തന്നെ ക്രാക്ക് ഉണ്ടാവില്ല. വളരെ കോമ്പാക്ട് ചെയ്ത്, അല്ലെങ്കിൽ നല്ല പ്രഷറിലല്ലേ ഇത് അങ്ങോട്ട് അടിക്കുന്നത്. അപ്പം ആ രീതിയിൽ ക്രാക്സ് ഒന്നും തന്നെ ഇവിടെ രൂപപ്പെടില്ല കേട്ടോ. അടുത്തത്, this consists of depositing a layer of rich cement mortar by the presence of exposed surface of wall or pipes. പൈപ്പിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാളിന്റെ സർഫസ് ഒക്കെ നമ്മളിങ്ങനെ ഒരു പൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഗൺ ഉപയോഗിച്ച് പ്രഷർ അടിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഗണിറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മോർട്ടാറിന്റെ മിക്സ് ആണ്. സിമെന്റ് ടു സാൻഡിന്റെ റേഷ്യോ 1:3 ആയിരിക്കും. പിന്നെ മോർട്ടാർ ഇസ് ഷോട്ട് ഓൺ ക്ലീൻ സർഫേസ് വിത്ത് സിമെന്റ് ഗൺ അണ്ടർ 2 to 3 kg/cm² പ്രഷർ. ഈ ഒരു പ്രഷറിലായിരിക്കും നമ്മൾ ഇത് അടിക്കുന്നത്. അപ്പൊ ആ പ്രഷറോ ആ മിക്സോ ഒന്നും നിങ്ങൾ ഓർത്തില്ലേലും പരമാവധി ഗണിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. കുറച്ച് പോയിന്റ്സ് സ്വന്തമായിട്ട് അതിനകത്തുനിന്ന് എഴുതാനും സാധിക്കണം. പിന്നെ നോസിൽ ഓഫ് ദി മെഷീൻ ഇസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 75 to 90 cm ഫ്രം ദി വാൾ. ഇവിടെ നമുക്ക് കാണാം, ഈ ഭിത്തിയിൽ നിന്ന് ഈ വാളിൽ നിന്ന് ഏതാണ്ട് ഒരു 90 cm അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഗണ്ണ് വെച്ച് അടിക്കുന്നത്. ഓക്കെ, ക്യൂറിംഗ് ഓഫ് മോർട്ടാർ ഇസ് ഡൺ ഫോർ 10 ദിവസം ക്യൂറിംഗ് നമ്മൾ ഇത് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. എന്താ ക്യൂറിംഗ്? അത് നനവായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നനഞ്ഞ രീതിയിൽ തന്നെ ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതിന് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്. അറിയാലോ അല്ലെ ക്യൂറിംഗ്. അടുത്തത് പ്രഷർ ഗ്രൗട്ടിംഗ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ, ക്രാക്സ് കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രഷർ, നല്ല പ്രഷറിൽ ഗ്രൗട്ട് ഫില്ല് ചെയ്യണം കാര്യമാണ് നമ്മൾ പ്രഷർ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത്. സിമെന്റ് ഗ്രൗട്ട് is filled in cracks, voids and structures building by pressure. Foundation of the building are subjected to grouting to make water penetration resistant. ഫൗണ്ടേഷനിലൊക്കെ ഇങ്ങനെ വാട്ടർ പെനട്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രഷർ ഗ്രൗട്ടിംഗ് ആയിരിക്കും കൊടുക്കുക. നല്ല പ്രഷറിലായിരിക്കും നമ്മൾ ഗ്രൗട്ടിംഗ് കൊടുക്കുന്നത്. This method is effective to control the entry of groundwater through foundation. ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ ഫൗണ്ടേഷൻ കൂടെ എൻറ്റർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, ഫൗണ്ടേഷന്റെ കേസിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ ക്രാക്ക് രൂപപ്പെട്ടാൽ നമ്മൾ ഈ രീതിയിലായിരിക്കും അത് അടയ്ക്കുന്നത്. അപ്പൊ പ്രഷർ ഗ്രൗട്ടിങ്ങും കൂടെ ഒന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ചിരിക്കുന്നത് എന്താണ്? ഡാം പ്രൂഫ് കോഴ്സിംഗ് ആണ്. ഡാം പ്രൂഫിംഗ്, അതിന്റെ കോഴ്സസ് പഠിച്ചു, അതിന്റെ എഫക്ട്സ് പഠിച്ചു, മെത്തേഡ്സ് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പം ഈ 3 കാര്യങ്ങൾ, എന്താണ് ഡാംനെസ്, അതിന്റെ കോഴ്സസ് എന്താണ്, അതിന്റെ എഫക്ട്സ് എന്താണ്, അപ്പം അതിനകത്ത് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പോയിന്റുകളായിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് മൊത്തം കാണാപ്പാടം പഠിക്കാൻ പോയേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം.